ഹലോ അസ്സാം വലൈക്കും. എന്തെല്ലാം എല്ലാവർക്കും സുഖന്നെ? അൽഹംദുലില്ലാ നമ്മളും സുഖമായിട്ടിരിക്കുന്നിട്ടാ. ഇന്നത്തെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫാണ്. നിങ്ങൾ കുറേ ആൾക്കാർ റിക്വസ്റ്റ് ആക്കിയ പോലെ തന്നെ ഒരു ഡേ ഫുള്ളായിട്ട് ഷൂട്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ഈസി ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫിഷ് ബിരിയാണീൻ്റെ, അതായത് കൂന്തൽ ബിരിയാണീൻ്റെ റെസിപ്പി ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ കുറേ വിശേഷങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കണ്ട. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോവാം അല്ലേ. വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഒരു 6:30 മുതലാണ്. അപ്പോൾ രാവിലെ തന്നെ വെറും വയറ്റിൽ ഞാൻ ഉണക്കമുന്തിരില്ലേ, ബ്ലാക്ക് ഉണക്കമുന്തിരി, അത് വെള്ളത്തിലിട്ടിട്ട് കുടിക്കലുണ്ട് കേട്ടോ. എൻ്റെ വ്ളോഗെല്ലാം സ്ഥിരം കാണുന്നവർക്ക് എല്ലാവരും ആയിരിക്കും. അപ്പോൾ ഇത് നല്ലതാട്ടോ സ്കിന്നിന്. ഇത് കുറേ ആയിട്ട് ഞാൻ കുടിക്കാൻ തുടങ്ങിയതാണ്. എപ്പോഴെങ്കിലും എവിടെയെങ്കിലും പുറത്തെല്ലാം പോകുമ്പോൾ സ്കിപ്പാക്കുന്നല്ലാതെ എപ്പോഴും ഞാനിത് കുടിക്കലുണ്ട് കേട്ടോ വീട്ടിലുണ്ടാവുമ്പോൾ. അപ്പോൾ ഒരു 5-6 എടുത്തിട്ട് നല്ലോണം വാഷാക്കിയിട്ട് ചൂടുവെള്ളത്തിൽ നല്ലോണം വാഷാക്കിയിട്ട് വെള്ളത്തിൽ പുതിർത്തി വെക്കല. എന്നിട്ട് രാവിലെ ഒന്ന് കൈയേറ്റ് നല്ലോണം ഉടച്ചിട്ട് വെറും വയറ്റിൽ കുടിച്ചാലായി. കുറച്ചെല്ലായി ഇങ്ങനെയാണ് കേട്ടോ കുടിക്കൽ. ആദ്യം 1/2 ലിറ്റർ വെള്ളം എടുക്കും. എന്നിട്ട് അതിലേക്ക് 1/2 ടേബിൾ സ്പൂണ് ചിയ സീഡില്ലേ, അത് ഇട്ട് വെച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ഒരു 5 മിനിറ്റ് അവിടെ മൂടിയിട്ട് വെക്കും. എന്നിട്ട് ഈ മുന്തിരി നല്ലോണം കൈ വെച്ചിട്ട് ഉടച്ചിട്ട് ഈ ഒരു എന്താ പറയുക 1/2 ലിറ്റർ വെള്ളമില്ലേ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് അങ്ങനെ കേട്ടോ ഇപ്പോൾ കുടിക്കൽ. 4-5 ദിവസമായിട്ടുള്ളൂ കേട്ടോ ഇങ്ങനെ കുടിക്കാൻ തുടങ്ങിയിട്ട്. എപ്പോഴും ഒരേപോലെ കുടിക്കുമ്പോൾ ഒരു മടുപ്പല്ല. അപ്പം ഇതേപോലെ പിന്നെ ചിയ സീഡും നല്ലതാണെന്നല്ലേ, പക്ഷെ കൂടി പോയിരുന്നിട്ട് എന്തായാലും കൂടി പോകാൻ പാടില്ല. ഒരു 4-5 ഉണക്കമുന്തിരി ചിയ സീഡായാലും കുറച്ചേ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. നമ്മളെ ബോഡിക്ക് എത്ര വേണ്ടത് നല്ലുണ്ട്. അപ്പോൾ കൂടി പോകാൻ പാടില്ല ഒന്നും. അപ്പം അങ്ങനെ. അപ്പോൾ വെറും വയറ്റിൽ ആദ്യം അത് കുടിക്കട്ടെ. ഇന്ന് ഫാദുവിന് ഓഫീസുള്ള ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഡ്രസ്സെല്ലാം രാത്രി തന്നെ അയൺ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് രാവിലെ കുറച്ച് മടിയാണ് അയൺ ചെയ്യാനും വേണ്ടിയിട്ട്. അപ്പോൾ രാത്രി തന്നെ അയൺ ചെയ്യലെല്ലാം രാത്രി തന്നെ അങ്ങനെ തീർത്തിട്ട് വെക്കല. അപ്പോൾ അതെല്ലാം ഡ്രസ്സെല്ലാം ആദ്യമെല്ലാം സെറ്റാക്കിയിട്ട് വെച്ച് ഫാദർ ഫ്രഷ് ആവാൻ വേണ്ടി പോയിട്ടുണ്ട്. ഇനിതാ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ആക്കാനായിട്ട്. ഇന്നിതാ ഇഡ്ഡലി മാവ് പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു അരവ് ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അരച്ചതല്ല, അരച്ച് വെച്ചിട്ട് ഞാൻ സ്റ്റോറാക്കുന്നത്, ഫ്രിഡ്ജിൽ വെക്കുന്നത്. അപ്പോൾ കുറേ ആൾക്കാർ കമൻ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇഡ്ഡലി മാവിൻ്റെ റെസിപ്പി ചെയ്യുമോ, നമ്മൾ ചെയ്തിട്ട് കറക്റ്റ് ആകുന്നില്ല, കറക്റ്റ് റെസിപ്പി ഒന്ന് പറയുമോ, അങ്ങനെ പൊന്തിയിട്ടെല്ലാം വരലില്ല എന്നെല്ലാം പറഞ്ഞിട്ട്. അത് കറക്റ്റായിട്ടും ഞാൻ അതിൻ്റെ റെസിപ്പി തന്നെ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ച്. ഇപ്പം എൻ്റെ അടുത്ത് മാവുണ്ട്. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ആ റെസിപ്പി ഞാൻ കാണിക്കട്ടെ എങ്ങനെയാണെന്നുള്ളത്. അടുത്ത വീഡിയോ അതായിട്ട് തന്നെ ചെയ്യാം. അതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ദോശയെല്ലാം ചുടുന്ന ആ ഒരു പാനിൽ ഇതേപോലെ കുറച്ച് ഒഴിച്ചിട്ട് നമ്മൾ ഊത്തപ്പെല്ലാം ഉണ്ടാക്കുന്നില്ലേ, അതേപോലെ കുറച്ച് ഒഴിച്ചിട്ട് അങ്ങനെ ചെറിയൊരപ്പായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നുള്ളത്. കുറച്ച് നെയ്യ് തടവി കൊടുത്തിട്ട്. അപ്പോൾ അതിന് മാത്രമാണ്. പിന്നെ ബീഫിൻ്റെ കറി കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അന്ന് ചൂടാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഇന്നലത്തെ കറിയെല്ലാം ബാക്കിയുണ്ടെങ്കിലാണ് ഞാൻ ഇതുപോലെ അപ്പങ്ങളെല്ലാം ചുടൽ. അല്ലാന്നുണ്ടെങ്കിൽ ഉപ്പുമാവാ, അല്ലാന്നുണ്ടെങ്കിൽ ഓട്സാ, എന്താ ഉള്ളത് അതങ്ങനെ ആക്കലാന്ന്. അല്ലെങ്കിൽ ഓംപ്ലേറ്റും ബ്രെഡും അങ്ങനെ ആക്കലാം. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഫാദർ ടിഫിനിൽ കൊണ്ടുപോയിട്ടോ. പിന്നെ അതൊന്നും ഞാൻ ഷൂട്ടാക്കിയിട്ടില്ല, ലേറ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട്. ഞാൻ വീഡിയോ ആയിട്ട് ഇങ്ങനെ നടക്കുമ്പം രാവിലെ തന്നെ ലേറ്റായിപ്പോവും. പിന്നെ ഫാദർ ഓഫീസിലേക്ക് പോയി. ഇനിയിപ്പോൾ ഞാൻ 2-3 ഈത്തപ്പഴം കഴിക്കലുണ്ട് കേട്ടോ. രാവിലെ ഒരു 3 എടുത്തിട്ട് അങ്ങനെ കഴിക്കലുള്ളൂ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും നട്ട്സാ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം കഴിക്കലാം. പിന്നെ ഈ ചായ കോഫി അതൊന്നും ഞാൻ രാവിലെ കുടിക്കലില്ല കേട്ടോ. നാട്ടിലൊക്കെ എന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടെ ഇരിക്കുമ്പം അങ്ങനെയെല്ലാം കുടിക്കാമെന്നല്ലാതെ എനിക്കത് വേണം അങ്ങനെയൊന്നും നിർബന്ധമൊന്നുമില്ല. പിന്നെ ഗ്രീൻ ടീ ഞാൻ വൈകുന്നേരം കുടിക്കലുണ്ട്. അതും എനിക്ക് വേണം നിർബന്ധമൊന്നുമില്ല, അത് എൻ്റെ ഒരു ഹെൽത്തിനും വേണ്ടിയിട്ട് ഞാൻ കുടിക്കുന്നതാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ മീൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് കൂന്തൽ ബിരിയാണി ആക്കുന്നതെന്ന് പറഞ്ഞില്ലേ, അപ്പം കൂന്തലാണ്. അപ്പോൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറുപയർ രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് മുളപ്പിക്കാനുള്ളതാണ്. അപ്പോൾ രാവിലെ ഞാൻ വെള്ളം ഊറ്റിയിട്ട് വെക്കും. അപ്പോൾ ഇത് വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേന് മുള പൊട്ടാൻ തുടങ്ങും. പിന്നെ പിറ്റേന്നൊക്കെ നല്ലോണം മുളച്ചിട്ട് വരും കേട്ടോ. പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ വെക്കലാം, കുറച്ചായിട്ട് അങ്ങനെ വേവിച്ചിട്ട് അങ്ങനെ കഴിക്കലാം.
ഇനിതാ ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയ കുറച്ച് തോനെ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ പെട്ടെന്ന് തന്നെ വാഷാക്കിയിട്ട് എടുക്കലാം, അല്ലെങ്കിൽ കിച്ചൺ എന്തോ പോലെ ഉണ്ടാവും. അപ്പോൾ ആയ പാത്രങ്ങൾ അങ്ങനെ വാഷാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇന്ന് ഫുള്ളായിട്ട് ക്ലീൻ ആക്കാനൊന്നും ഇല്ല കേട്ടോ. കാര്യം ഇന്നലെ ഫുള്ളായിട്ട് ക്ലീൻ ആക്കിയിട്ടെല്ലാം വെച്ചിട്ടുണ്ട്. അടിച്ചൽ തുടക്കൽ അങ്ങനത്തെ പരിപാടികളെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഇന്ന് ജസ്റ്റ് കിടന്നിടത്തൊന്ന് ബെഡ്ഷീറ്റും സോഫൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാനും ബെഡ്ഷീറ്റും ബെഡൊക്കെ ഒന്ന് തട്ടി വിരിച്ചിടാൻ അങ്ങനത്തെ ചെറിയ ചെറിയ പണിയുള്ളൂ കേട്ടോ. അല്ലാതെ ഇന്ന് ഫുള്ള് ക്ലീനിങ് അങ്ങനത്തെ ഒന്നുമില്ല. അപ്പോഴേക്ക് ഇതാ കൂന്തൽ വെള്ളത്തിലിട്ട് വെച്ചില്ലേ, അതിന് തണുപ്പെല്ലാം പോയിട്ടുണ്ട്. ഇത് വലിയ കൂന്തളാണ് കേട്ടോ. എനിക്കില്ലേ ചെറിയ കൂന്തളാണ് ഇഷ്ടം. അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. ഇത് വലിയ കൂന്തളാകുമ്പം ഒരു ചൊയും പുളിയൊന്നും എന്തോ എനിക്കറിയില്ല കേട്ടോ, ഇല്ലാത്ത പോലെ എന്ന് എനിക്ക് തോന്നൽ. എനിക്ക് ചെറിയ കൂന്തളാകുമ്പം ഭയങ്കര ടേസ്റ്റാണ്. അത് ചെറുതായിട്ട് ഫ്രൈ ചെയ്താലും ഗ്രേവി പോലെ ആക്കിയാലെല്ലാം നല്ല ടേസ്റ്റ് അല്ലേ. പക്ഷെ ഇത് എനിക്ക് അത്ര ഒരു പുളിപ്പ്, അതായത് പുളിപ്പ് എന്ന് പറഞ്ഞാൽ ആ ഒരു കൂന്തലിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുന്നില്ല നല്ലോണം. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കാനുണ്ട്. ഇതിപ്പം ഈ ഒരു കൂന്തളിപ്പം 2 കിലോൻ്റെ അടുത്തുണ്ട് കേട്ടോ. അപ്പോൾ വാങ്ങിക്കുമ്പം കുറച്ച് തോന വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ ഞാൻ ഏതായാലും മുഴുവനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ 1 കിലോനാണ് ഇപ്പം നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയിട്ട് വേണ്ടത്. പിന്നെ ഞാനൊരു 4 എണ്ണം എടുത്തിട്ട് നിറച്ചിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ളത് ഫാദിന് ഭയങ്കര ഇഷ്ടമാട്ടോ അങ്ങനെ വറവാക്കുന്നത്. ഇത് സത്യം പറഞ്ഞാൽ ഫാദു വറവാക്കാനായിട്ട് വാങ്ങിച്ചതാണ് കൂന്തൽ. ഞാൻ പിന്നെ ബിരിയാണി വെക്കാം എന്ന് വിചാരിച്ചിട്ട് കുറച്ച് എടുക്കുന്നതാണ്. അപ്പോൾ വറവാക്കാനും വേണ്ടിയിട്ട് കുറച്ച് ഫ്രിഡ്ജിൽ അങ്ങനെ വെക്കുന്നുണ്ട്. പിന്നെ എപ്പോഴെങ്കിലും വറവാക്കാമെന്ന് വിചാരിച്ചിട്ട് തേങ്ങയെല്ലാം ഇട്ടിട്ട് നമ്മൾ പച്ചക്കറിയിലാക്കുന്നില്ലേ, അതേപോലെ വറവാക്കുന്നതാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. പച്ചക്കറിയില്ല, ബീഫെല്ലാം വറവാക്കുന്നില്ലേ, അതേപോലെ ആക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്. അപ്പം 1 കിലോ മതിട്ട നമുക്ക് ബിരിയാണി ആക്കാനായിട്ട്. ഇതുപോലെ വട്ടത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നുള്ളത്. പിന്നെ അതിൻ്റെ തലഭാഗം എടുക്കുന്നുണ്ട്, അത് ഞാൻ കാണിക്കട്ടെ. അതിനുള്ളിലത്തെ ഒരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു സാധനമല്ലേ, അതിങ്ങനെ തുറപ്പിച്ചിട്ട് എടുക്കണം. എന്നിട്ട് ആ ഒരു ആര് പോലത്തെ ആ ഒരു കൊമ്പ് വന്നില്ല, അത് അതിൻ്റെ തലയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് തലഭാഗം അതുപോലെ വന്ന സ്ഥലമില്ല, അത് കുറച്ച് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതും കുറച്ച് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അതെന്തിനാണെന്ന് ഞാൻ പറയാം. പിന്നെ അതേപോലെ തന്നെ വേസ്റ്റെല്ലാം കളഞ്ഞിട്ട് തൊലിയെല്ലാം ഒഴിവാക്കിയിട്ട് കട്ട് ചെയ്യാതെ ഒരു 4 എണ്ണം കൂടെ വെക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞ പോലെ നിറച്ച് പൊരിച്ചാനുള്ളതാണ്. അപ്പം അതും 4 എണ്ണം അങ്ങനെ എടുത്തിട്ടുണ്ട്. അതാ മുഴുവനായിട്ട് ഇതാ ക്ലീൻ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം വാഷാക്കിയിട്ട് വെള്ളം ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നിറച്ച് പൊരിക്കാനുള്ളത് ഇതാ ഞാൻ 4 എണ്ണം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ അതിൻ്റെ ആ ഒരു നൂല് വന്ന ഭാഗം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൽ നിന്ന് ഞാൻ ചെറുതാക്കി പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് അതും എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഇത് നമുക്ക് ആവശ്യമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ബാക്കിയുള്ളതിൽ ഇതാ ഞാൻ കുറച്ചെടുത്ത് വെക്കുന്നുണ്ട് വറവാക്കാനും വേണ്ടിയിട്ട്. ഇപ്പോൾ 1 കിലോൻ പോലെ ഞാൻ ബിരിയാണി ആക്കാനും വെക്കുന്നുണ്ട് കേട്ടോ. ഫ്രിഡ്ജിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് നല്ലോണം ക്ലീൻ ആക്കിയിട്ടെല്ലാം വാഷാക്കിയിട്ടെല്ലാം വെക്കുമ്പോൾ ഞാനിതാ ഇതുപോലെ ഒരു ബോക്സിലാക്കിയിട്ട് കുറച്ച് തോനെ വെള്ളം ഒഴിച്ചിട്ട് വെക്കും കേട്ടോ. അപ്പം നല്ല ഫ്രഷ് പോലെ ആയിരിക്കും. അപ്പം അത് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പം ഇതിലേക്കൊരു മസാല റെഡിയാക്കാനുണ്ട്. ആദ്യം ഈ ഒരു കൂന്തളിലെ ഒരു മസാല പുരട്ടി വെക്കാനുണ്ട്. അതിനായിട്ട് ഇതാ ഒരു 10-15 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതാ ഇതുപോലത്തെ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു 3 കൈപ്പിടി നിറച്ചിട്ട് മല്ലിയില, പിന്നെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ഇട്ടാൽ ഒരു 4-5 പച്ചമുളക് എടുക്കുക. നിങ്ങൾക്ക് എരിവ് എത്ര വേണ്ടത് അതനുസരിച്ചിട്ട് എടുക്കുക. കുറച്ച് എരിവെല്ലാം ഉണ്ടെങ്കിൽ കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതെല്ലാം മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ആക്കിയിട്ട് എടുക്കട്ടെ. നല്ലോണം പേസ്റ്റ് പോലെ അരക്കണ്ട, ഒന്ന് തരിയുന്ന രീതിയിൽ അങ്ങനെ അരച്ചെടുക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കട്ടെ. അപ്പോൾ ഇതാ മുഴുവനായിട്ട് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇത് കൂന്തലിൻ്റെ ബിരിയാണി വെക്കുന്ന കൂന്തളില്ലേ, അതിന് ചെറുതായിട്ടൊരു മസാല തേച്ചിട്ട് വെക്കാനുണ്ട്. ഒരു അരമണിക്കൂർ മാറ്റി വെക്കാനുണ്ട്. അതിനായിട്ട് ഇതാ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ബിരിയാണി വെക്കുന്ന എത്ര വേണ്ടത് അതനുസരിച്ചിട്ട് കൂന്തലിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് തലഭാഗം അതുപോലെ ഒരു വാല് വരുന്ന ഒരു ഭാഗമൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് ചെറിയ പീസെല്ലാം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചോറുണ്ടാക്കുമ്പം അതിലേക്ക് ഇട്ട് കൊടുക്കാനാണ്, ആ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാനാണ് ഈ ഒരു കൂന്തലിൻ്റെ ഒരു ടേസ്റ്റ് വരാനായിട്ട്. പിന്നെ കുറച്ചൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ബാക്കിയുള്ളത് ഇതാ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഈ അരച്ച മസാല ഇല്ലേ, അത് 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ട്
പാകത്തിന് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് കൈ വെച്ചിട്ട് ഒന്ന് മസാല പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂർ ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ കുറച്ച് ഒരു നാരങ്ങൻ്റെ പകുതി നീരെടുത്ത്, ഇതിപ്പം വലിയ നാരങ്ങ ആയതുകൊണ്ടാണ്, ഒരു നാരങ്ങൻ്റെ പകുതി എടുത്തിട്ട് അതിലേക്ക് പിഴിഞ്ഞ് വെച്ചാൽ മതി. എന്നിട്ട് കറക്റ്റ് ഉപ്പെല്ലാം ഇട്ടിട്ട് ഒന്ന് ഉപ്പും പുളിയെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞില്ലേ കൂന്തൽ നിറച്ച് പൊരിക്കുന്നുണ്ട്. അതിനായിട്ട് ഇതാ ഒരു ചെറിയ ഇതുപോലത്തെ പാത്രം എടുത്തിട്ട് അതിലേക്ക് ഇതാ നമ്മൾ അരച്ച മസാല ഇല്ലേ അതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ മതിയിട്ടാ. എന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ അതാ ചെറുനാരങ്ങ കുറച്ച് പിഴിഞ്ഞിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഈ ഒരു 4 എണ്ണം മാറ്റി വെച്ചില്ലേ ഞാൻ പറഞ്ഞില്ലേ നിറച്ച് പൊരിക്കാനുള്ളതെന്ന്, അപ്പം അത് 4 എണ്ണം മാറ്റി വെച്ചില്ല. അപ്പോൾ അതൊന്ന് മസാല നല്ലോണം തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പാർട്സും ഉണ്ട് കേട്ടോ. അതായത് അതിൻ്റെ ആ ഒരു നൂല് വരുന്ന കൂന്തലിൻ്റെ നൂല് വരുന്ന ഭാഗമില്ലേ അത് ഞാനൊന്ന് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ ഇതൊന്ന് കവർ ചെയ്തിട്ട് വെക്കുന്നുണ്ട്. ഇത് വൈകുന്നേരത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. നിറച്ച് പൊരിക്കാനുള്ളതില്ല, 4 ആൾക്ക് 4 എണ്ണം തന്നെ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇത് വലിയതല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ 4 എണ്ണം തന്നെ മതിയെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇതിൽ ഫില്ലിംഗ് എല്ലാം ആയിട്ട് വരുമ്പം എന്തായാലും 1 മതിയിട്ട ഒരാൾക്ക്. അങ്ങനെ അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബിരിയാണിക്ക് ഞാൻ ആദ്യം ഗീ റൈസ് റെഡിയാക്കാമെന്ന്, എന്നിട്ട് അതിലേക്ക് മസാലയ്ക്ക് തട്ടി കൊടുക്കുക എന്നിട്ട് ചെയ്യുന്നുള്ളത്. നമുക്ക് സാധാരണ ചോറ് ഇങ്ങനെ റൈസ് ഊറ്റിയിട്ടും വെക്കാം. ഞാനിപ്പം ഗീ റൈസ് പോലെ വെച്ചിട്ട് അങ്ങനെ തട്ടിയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നുള്ളത്. അപ്പോൾ അതിനായിട്ട് ഇതാ ആദ്യം ഗീ റൈസ് ഉണ്ടാക്കല. ഒരു പോട്ട് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ഉള്ളി സ്ലൈസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടതിന് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക അത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അരി എത്ര എടുക്കുന്നത് അതനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാൻ കറക്റ്റ് എങ്ങനെയാണെന്ന് അറിയാം അളക്കൽ. 1 കപ്പ് അരിയാണെന്നുണ്ടെങ്കിൽ 2 കപ്പ് വെള്ളം ഒഴിച്ചെടുക്കലാണ് കേട്ടോ. കറക്റ്റ് 2 കപ്പ് വെള്ളം ഒഴിച്ചെടുക്കും. ചിലവരാണ് 1.5 കപ്പ് വെള്ളം ഒഴിച്ചെടുക്കുന്നത്. കുക്കറിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് കുറക്കണം കേട്ടോ വെള്ളം. ഞാനിപ്പം പോട്ടിലായതുകൊണ്ട് കറക്റ്റ് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട്. 1 കപ്പിന് 2 കപ്പ് വെള്ളം എന്നുള്ള അളവ് എനിക്ക് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ഒരു വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ മാറ്റി വെച്ചില്ലേ ഒരു കൂന്തലിൻ്റെ തലഭാഗം, അതേപോലെ തന്നെ ആ ഒരു നൂല് വരുന്ന ഭാഗം കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതും പിന്നെ ചെറിയ പീസ് വരുന്ന ഭാഗമെല്ലാം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലേ, അത് ഇതാ ഈ ഒരു വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ ചെയ്താൽ ബിരിയാണിക്ക് ഈ ഒരു റൈസിലും അതിൻ്റെ ടേസ്റ്റ് വരും, കൂന്തലിൻ്റെ ടേസ്റ്റ് വരും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏത് മീൻ ചെയ്യാന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയിട്ടാ നല്ല ടേസ്റ്റാണെന്ന്. ആ ഒരു റൈസിലും ഈ ഒരു മീനിൻ്റെ ടേസ്റ്റ് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു റീൽസ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. കഴുകിയിട്ട് ഊറ്റി വെച്ച റൈസും കൂടെ ജീരകശാല അരിയില്ലേ അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, ചെറിയ അരി. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 കിലോ അളവാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നല്ലോണം മിക്സ് ആക്കിയിട്ട് മൂടി വെച്ചിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കാം. അതിനായിട്ട് ഇതാ 4 വലിയ ഉള്ളി കേട്ടോ എടുത്തിട്ടുള്ളത്. ചെറിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ ഒരു 6 എണ്ണം എടുക്കാം. ഞാനിപ്പോൾ വലിയ ഉള്ളി ആയതുകൊണ്ട് 4 എണ്ണം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ സ്ലൈസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ തക്കാളി ഞാൻ വലുതായതുകൊണ്ട് 2 എണ്ണം എടുത്തതാണ്. നിങ്ങൾ ചെറുതാണ് എടുക്കുന്നുണ്ടെങ്കിൽ 4 എണ്ണം എടുക്കുക കേട്ടോ. എന്നിട്ട് അതും കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കുക. ഇനിയിപ്പം സിമ്പിളായിട്ട് നല്ല ഈസി ആയിട്ട് ഓയിലൊന്നും കൂടുതൽ ഇടാതെ ഉണ്ടാക്കുന്ന ഒരു ബിരിയാണിയാണ് കേട്ടോ ഇത്. ഉള്ളിയൊന്നും കൂടുതൽ വഴറ്റണ്ട, ഫ്രൈ ചെയ്യണ്ട, തക്കാളിയൊന്നും കൂടുതൽ വഴറ്റണ്ട, അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു ബിരിയാണിയാണ്. അപ്പോൾ അതിനായിട്ട് ഇതാ കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നെയ്യ് മാത്രം കേട്ടോ, ഓയിൽ എടുക്കുന്നില്ല. നെയ്യ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച 4 ഉള്ളിയില്ലേ അത് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. പിന്നെ 2 തക്കാളി, പിന്നെ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില ഇതെല്ലാം പേസ്റ്റാക്കിയിട്ട് വെച്ചില്ലേനാ കുറച്ച് ആ ഒരു കൂന്തൾക്ക് വെച്ചിട്ട് ബാക്കി അവിടെ തന്നെ വെച്ചിനല്ലേ മിക്സിയിൽ, അത് മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു ചെറിയ തീയിൽ 4 വിസിലാക്കി എടുക്കുക കേട്ടോ. ഇത് ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്നറിയോ, കൂടുതൽ ഓയിലൊന്നും ഇഷ്ടമില്ലാത്തവരുണ്ടാവില്ല, അവർ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അഥവാ കൂടുതൽ പക്ഷേ ടേസ്റ്റിന് കുറേ വ്യത്യാസമുണ്ട് കേട്ടോ. ഓയിൽ കൂടുതൽ യൂസ് ആക്കുന്നതും, അതായത്
കൂടുതലല്ല, നമ്മൾ സാധാരണ യൂസ് ആക്കുന്നതും ഓയിൽ കുറച്ചിട്ട് ബിരിയാണി വെക്കുന്നതും ടേസ്റ്റ് ഭയങ്കര വ്യത്യാസമുണ്ട്. ആ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്, ഈ ഒരു ടേസ്റ്റ് വേറെ തന്നെയാട്ടാ. ഇത് നമുക്ക് പെട്ടെന്ന് നമ്മളെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെന്നെങ്കിൽ ഈസി ആയിട്ട് ഉള്ളിയും തക്കാളിയൊന്നും വഴറ്റാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണീൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതവിടെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം അതിലേക്ക് കുറച്ച് കച്ചമ്പറാക്കാനുണ്ട്. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് കക്കരിക്ക, ഉള്ളി, ക്യാരറ്റ് എല്ലാം എടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് തൈരും ഇട്ടിട്ട് അതവിടെ മാറ്റി വെക്കുന്നുണ്ട്. ഇതിലേക്കില്ല ഞാൻ ബത്തക്ക പൊടിയാക്കിയിട്ട് അരിഞ്ഞിട്ട് അതും ചേർത്തെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ചെറുതായിട്ട് ഇങ്ങനെ പീസ് മധുരം കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. ലാസ്റ്റ് ചേർത്തെടുക്കണം കേട്ടോ. തൈരും എല്ലാം ചേർത്തെടുത്തതിന് ശേഷം ലാസ്റ്റ് ചേർത്തെടുത്തിട്ട് ഒന്ന് ചെറുതാക്കി ഒന്ന് മിക്സ് ആക്കിയിട്ട് വെച്ചാൽ മതി. നമ്മൾ ഉള്ളി തക്കാളി വേവിക്കാൻ വെച്ചില്ല, ഒരു 4 വിസിലതിൻ്റെ ശേഷം ഞാൻ തീ ഓഫാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കറക്റ്റായിട്ട് നല്ലോണം ഉള്ളിയും തക്കാളിയെല്ലാം ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെള്ളമുണ്ട് ഇതിൽ, അതൊരു തക്കാളീൻ്റെ എല്ലാം വെള്ളം ഇറങ്ങിയതാ. ഇനിയിപ്പം ഇതിലേക്ക് നമ്മൾ കൂന്തൽ മസാല തേച്ചിട്ട് വെച്ചില്ല, കുറച്ച് പച്ചമസാല തേച്ചിട്ട് വെച്ചില്ല, ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനിയിപ്പം ഇതിലേക്ക് പൗഡറായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളത് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ ഗരം മസാല പൗഡർ മാത്രമാണ് കേട്ടോ ചേർത്തെടുക്കുന്നത്. വേറെ ഒന്നും ചേർത്തെടുക്കുന്നില്ല. 1 ടീസ്പൂണ് ഗരം മസാല പൗഡറും പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. പിന്നെ ഉപ്പ് നമ്മൾ കൂന്തൽ മസാല തേച്ചിട്ട് വെക്കുമ്പം അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിന്. അപ്പം പിന്നെ ഉള്ളിയും തക്കാളിയും വേവിക്കുമ്പം അതിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം കറക്റ്റ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉപ്പ് വേണ്ടതെന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുക്കുക. പുളിയില്ലാത്ത തൈരായതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഈ കൂന്തലൊന്ന് വേവിച്ചെടുക്കുക. ഞാനിപ്പം വിസിലിടാതെ, ഇതൊരു പെട്ടെന്ന് വേവുമല്ലോ കൂന്തൽ, അപ്പോൾ അതനുസരിച്ചിട്ട് വേവിച്ചെടുക്കട്ടെ. വിസിലിടാതെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. കൂന്തൽ, ചെമ്മീൻ ഇതൊന്നുമില്ലേ കൂടുതൽ വേവിക്കരുതിട്ടാ, റബ്ബർ പോലെ ആവും. അപ്പം അതിൻ്റെ ഒരു കറക്റ്റ് വേവിന് വേണം കൂന്തലായാലും വേവിക്കാൻ. ഇപ്പോൾ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു ടൈമിൽ ഞാൻ കുറച്ചും കൂടെ വെള്ളമുണ്ട് ഇതിൽ, അപ്പോൾ അതൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ തീ ഒന്ന് കൂട്ടിയിട്ട് വെക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് തോനെ മല്ലിയില കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്തെടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഇതൊരു ഗ്രേവി പോലെ ആക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മസാലയിൽ നിന്ന് കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്. നമ്മൾ ദമ്മിടുമ്പം 2 ലെയറായിട്ട് ദമ്മിടാനാണ്. അപ്പം ഞാനിപ്പോൾ കുക്കറിലല്ലേ മസാല ആക്കിയത്, അപ്പം അത് ബിരിയാണി പോട്ടിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. ഏത് പോട്ടിലാണ് ദമ്മിടുന്ന് ആ ഒരു പോട്ടിലേക്ക് മാറ്റുക. അപ്പോൾ മുഴുവനായിട്ട് ഞാൻ ഒരു പോട്ടിലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഒന്ന് നല്ലോണം നിരത്തി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല, പകുതി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചില്ലേ കുറച്ച് മസാല, അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ മാത്രം കേട്ടോ നെയ്യ്. നമ്മൾ ഈ ഒരു റൈസിന് കുറച്ചേ നെയ്യ് യൂസാക്കിയിട്ടുള്ളൂ. 2 ടേബിൾ സ്പൂൺ മാത്രമേ കേട്ടോ നെയ്യ് യൂസാക്കിയിട്ടുള്ളൂ, വേറെ ഓയിലൊന്നും യൂസാക്കിയിട്ടില്ല. എന്നിട്ട് അതിൻ്റെ മുകളിൽ മസാല ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിയില, നെയ്യ് ഇതെല്ലാം വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള റൈസും കൂടെ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം മല്ലിയില അതുപോലെ നെയ്യ് ഇട്ടുകൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ദമ്മിടുക കേട്ടോ. ലോ ഫ്ലെയിമിൽ നിന്ന് നല്ലോണം തീ കുറച്ചിട്ട് വെക്കണം. അഥവാ തീ കൂടുതലാണ് അടി പിടിക്കുന്നു നമുക്ക് തോന്നുകയെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പാത്രം വെച്ച് കൊടുക്കട്ടെ. അടിയിൽ ഒരു കട്ടിയുള്ള എന്തെങ്കിലും പാൻ എന്തെങ്കിലും വെച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ദമ്മിട്ടാൽ മതി. ഇപ്പം ദമ്മിട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് തോനെ പാത്രങ്ങളും ഗ്യാസൊക്കെ ഒന്ന് തുടക്കാനും ഒന്ന് ക്ലീൻ ആക്കാനെല്ലാം ഉണ്ട്. ഇന്ന് അത്ര വലിയ പണിയില്ല കേട്ടോ. എനിക്കറിയുന്ന ബിരിയാണി അല്ലേ, എനിക്കില്ലേ ഈ ബിരിയാണി ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത്ര കൂടുതൽ പണിയൊന്നും ഉണ്ടാവില്ല. പിന്നെ രാത്രിക്കൊക്കെ ആയാലും ആ ഒരു ബിരിയാണി തന്നെയാണ് കേട്ടോ കഴിക്കൽ. അല്ലെങ്കിൽ നമ്മൾ ഉച്ചയ്ക്ക് ചോറെല്ലാം ഉണ്ടാക്കുമ്പോൾ പച്ചക്കറി ഇതെല്ലാം ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ രാത്രിക്കൊക്കെ എന്തായാലും വേറെ തന്നെ ഉണ്ടാക്കണമല്ലോ. എന്തെങ്കിലും ചപ്പാത്തിയോ അഥവാ പച്ചക്കറി കറിയൊക്കെ എന്നുണ്ടെങ്കിൽ ചപ്പാത്തിക്കൊന്നും വലിയ രസം ഉണ്ടാവില്ലല്ലോ. അപ്പം വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കേണ്ടി വരും. അപ്പം ബിരിയാണി ആകുമ്പോൾ ഒന്നും ഉണ്ടാക്കണ്ടല്ലോ.
എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും ഇതുപോലെ തന്നെ ആയിരിക്കും ചിലർ ബിരിയാണിയുള്ള ദിവസം അന്ന് രാത്രിക്കൊക്കെ ഒന്നും അത് തന്നെ ആയിരിക്കും. അപ്പോൾ ഭയങ്കര ഒന്നും പണിയില്ലാത്ത പോലെ ഭയങ്കര പണി കുറഞ്ഞ പോലെയല്ലേ നമുക്ക് ഫീൽ ആവല്. അപ്പോൾ അതേപോലെ ഭയങ്കര സന്തോഷമാവട്ടെ അന്ന്. അപ്പം ഇതേപോലെ ആർക്കെങ്കിലും ഉണ്ടാവലുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആക്കണേ. ഇനിയിപ്പോൾ ഒന്നും പണിയില്ലാലോ കിച്ചണിക്ക് വരണ്ടല്ലോ എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ വിചാരിക്കുന്നവരുണ്ടാവുമല്ലോ എന്നെ പോലെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആക്കണം കേട്ടോ, എനിക്കറിയാനും വേണ്ടിയിട്ടാണ്. കിച്ചണ് മാത്രം ഒന്ന് ക്ലീൻ ആക്കിയിട്ടെല്ലാം തുടച്ചിട്ടെല്ലാം ഇട്ട് പിന്നെ എൻ്റെ കുളിയും നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ടിതാ ഞാനൊരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കലുണ്ട് കേട്ടോ. കാര്യം ഞാൻ മുന്നേ പറഞ്ഞില്ലേ എൻ്റെ ഡ്രൈ സ്കിന്നായിരുന്ന മുന്നേ കേട്ടോ, ഇപ്പം അല്ല. അപ്പോൾ എനിക്ക് പേടിയാണ്, നമ്മൾ പാത്രം ഒക്കെ കഴിക്കുന്നതുകൊണ്ട് തന്നെ ഡിഷ് വാഷെല്ലാം യൂസ് ആക്കുന്നതല്ലേ. അപ്പോൾ ആദ്യം എൻ്റെ കയ്യെല്ലാം ഇങ്ങനെ പൊട്ടിയിട്ട് ഡ്രൈ ആയതും ഇങ്ങനെ വരലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനിങ്ങനെ നല്ലോണം സൂക്ഷിക്കാൻ തുടങ്ങി, പിന്നെ നല്ലോണം വെള്ളം കുടിക്കാൻ തുടങ്ങി. പിന്നെ ഇതുപോലെ കുളിയെല്ലാം കഴിഞ്ഞാൽ മോയ്സ്ചറൈസറെല്ലാം ഇട്ട് കൊടുക്കാൻ തുടങ്ങിയപ്പോഴെല്ലാം പിന്നെ ഞാൻ പറഞ്ഞല്ലോ മുന്തിരി വെള്ളത്തിലെല്ലാം ഇട്ട് കുടിക്കലുണ്ടെന്ന്. അപ്പോൾ അതെല്ലാം മാറി പോയിട്ടാ. അപ്പോൾ ഇപ്പം ഇല്ല, എന്നാലും എനിക്ക് പേടിയാണ് ഇനി വരുമോ എന്നുള്ള. പിന്നെ അവിടെ ഒന്നാമത്തെ റൂമിലെല്ലാം AC ഇടുന്നല്ലേ കിടക്കുമ്പോൾ എല്ലാം. അപ്പം അതുകൊണ്ട് തന്നെ നല്ലോണം ഡ്രൈ ആവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഞാൻ കുളി കഴിഞ്ഞ് വന്നാലും നമ്മൾ കിടക്കുന്ന നേരത്തെല്ലാം ഞാൻ മോയ്സ്ചറൈസർ കാലിലും കയ്യിലെല്ലാം നല്ലോണം ഇട്ട് കൊടുക്കലുണ്ട് കേട്ടോ. അത് ഏത് മോയ്സ്ചറൈസർ ആയാലും കുഴപ്പമില്ല. ഞാൻ ഇന്ന കമ്പനി അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. ഡോവില്ലേ, അത് നല്ലതാണ്, ഒരു ബ്ലൂവും വൈറ്റും കൂടെയുള്ള. അത് ഞാൻ ആദ്യം ഇട്ട് കൊടുത്തിരുന്നത്. ഇപ്പം അതല്ല കേട്ടോ, ഇപ്പം ഏതെങ്കിലും ഇങ്ങനെ ഓഫറിൽ വാങ്ങിച്ചാൽ അതിട്ടിട്ട് കൊടുക്കലാം. പിന്നെ കുളി കഴിഞ്ഞ് വന്ന പാടെ തന്നെ റോസ് വാട്ടർ മുഖത്തിങ്ങനെ ടോണറായിട്ട് യൂസ് ആക്കലുണ്ട്. പിന്നെ നിവ്യൻ്റെ മോയ്സ്ചറൈസർ യൂസ് ആക്കലുണ്ട് കേട്ടോ. കൂടുതലും മോയ്സ്ചറൈസർ തന്നെ നിവ്യൻ്റെ യൂസ് ആക്കൽ. പിന്നെ പുറത്തെല്ലാം ഇങ്ങനെ പോകുന്നുണ്ട്, കിച്ചണിലെല്ലാം പോകുന്നുണ്ട്, നല്ല ചൂടുള്ള ടൈമിലെല്ലാം സൺസ്ക്രീനാണ് യൂസ് ആക്കൽ. ഇപ്പം ഞാനില്ലേ നിവ്യൻ്റെ അല്ല, വാസ്ലിൻ്റെ സൺസ്ക്രീനാണ് യൂസ് ആക്കുന്നത്. അത് ലുലുന്ന് വാങ്ങിച്ചാട്ടാ. കുറച്ച് റേറ്റ് ഉണ്ട്, പക്ഷെ നല്ലുണ്ട് കേട്ടോ, അടിപൊളിയാണ്. ഇതിൻ്റെ മുന്നേ ഞാൻ സബാമെഡിൻ്റെ ഒന്ന് യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർന്നപ്പം അതവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഓഫർ ഇല്ലാത്തപ്പം ഞാനിത് വാങ്ങിച്ചതാണ്. അങ്ങനെ ഇനിയിപ്പം ഞാൻ എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ കമൻ്റ് ആക്കലുണ്ട്, ഇത്താ നിങ്ങളെ മേക്കപ്പ്, അതായത് പുറത്തെല്ലാം പോകുമ്പോൾ നിങ്ങൾ മേക്കപ്പ് ആക്കുന്നൊന്ന് കാണിക്കോ, പ്രൊഡക്റ്റൊക്കെ ഒന്ന് കാണിക്കുമോ എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ച അതൊക്കെ ഒന്ന് കാണിക്കാമെന്ന്. അപ്പോൾ അതൊക്കെ ഒന്ന് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഫാദർ എന്തായാലും ചോറയ്ക്കാൻ വന്നിട്ടുണ്ട്. ഇനി ചോറയ്ക്കലെല്ലാം കഴിഞ്ഞിട്ട് ഞാനത് ശരിക്കും കാണിക്കട്ടെ. അപ്പം ഞാൻ യൂസ് ആക്കുന്ന പ്രൊഡക്റ്റൊക്കെ ഒന്ന് പുറത്ത് വെച്ചതാണ്. നേരതാ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പം ടേബിളൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വെക്കട്ടെ. അപ്പോൾ അത് വന്നിട്ടുണ്ടല്ലോ. അപ്പം ഈ ഒരു ബിരിയാണീനെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടണം എന്നില്ല കേട്ടോ. കാര്യം നമ്മൾ അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കിയത്. ഇത് കൂടുതൽ ഓയിലൊന്നും കഴിക്കാത്തവരില്ലേ, കൂടുതലൊന്നും ഓയിൽ യൂസ് ആക്കാം, ഇത് വയറ്റിൻ്റെ ഉള്ളിലേക്ക് പറ്റാത്തവരുണ്ടാവില്ലേ, ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരിക്കും കൂടുതൽ യൂസ് ആക്കരുതെന്ന്. അങ്ങനത്തെവർക്കെല്ലാം ഉണ്ടാക്കാൻ പറ്റുന്ന ബിരിയാണിയാണ് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കൂന്തൽ ബിരിയാണി വെക്കുമ്പോൾ ഫ്രൈ ചെയ്തിട്ടെല്ലാം വെക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെ വെക്കുന്നതും ഇതുപോലെ തീരെ ഓയിലില്ലാതെ ഉള്ളിയും തക്കാളിയിൽ വേവിച്ചിട്ട് കുക്കറിൽ വേവിച്ചിട്ട് വെക്കുന്നതും ഒരുപാട് വ്യത്യാസമുണ്ട് ടേസ്റ്റിന്. ഇത് നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ടെല്ലാം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ആരെങ്കിലും പെട്ടെന്ന് ഗസ്റ്റെല്ലാം വരുമ്പം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഞാൻ വലിയ ഗ്യാരണ്ടി പറയുന്നില്ല കേട്ടോ. പിന്നെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ ഉള്ളിയും തക്കാളിയെല്ലാം വാട്ടിയിട്ട് നല്ല സമാധാനത്തിൽ വെക്കുന്ന ആ ഒരു ബിരിയാണി തന്നെയാണ് കേട്ടോ ടേസ്റ്റ്. ഇത് വലിയ ടേസ്റ്റ് ഇല്ല, എന്നാലും ടേസ്റ്റ് ഇല്ല കേട്ടോ, ടേസ്റ്റ് ഉണ്ട്. മാത്രം നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു ഫിഷ് ബിരിയാണിയൊക്കെ ഇല്ല, അത്ര ടേസ്റ്റ് ഇല്ല കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് ഉണ്ടാക്കുക. അതേപോലെ തന്നെ കൂടുതൽ ഓയിലൊന്നും യൂസ് ആക്കാൻ പറ്റൂല. ചിലവരുണ്ടാവില്ല മെഡിസിനെല്ലാം കുടിക്കുന്നവർ ഓയിലൊന്നും യൂസ് ആക്കാൻ പറ്റില്ല എന്നുള്ളവരെല്ലാം, അവർക്കെല്ലാം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണീൻ്റെ റെസിപ്പി ആട്ടാ. ഇനി ഇൻഷാ അല്ലാ ഞാൻ ഈദിൻ്റെ മുന്നായിട്ട് ഞാൻ നിങ്ങൾക്കൊരു ചിക്കൻ്റെ ബിരിയാണിൻ്റെ റെസിപ്പി കാണിക്കട്ടെ. നല്ല അടിപൊളി ബിരിയാണിൻ്റെ റെസിപ്പിയാണ്. ഇൻഷാ അല്ലാ ഞാൻ നിങ്ങൾക്ക് കാണിക്കട്ടെ. എന്തായാലും നിങ്ങൾ ഈദിനുണ്ടാക്കി നോക്കണം. ഇതാ ഞാൻ ഈ പുറത്തെല്ലാം പോകുമ്പം എങ്ങനെ മേക്കപ്പ് ഇടലെന്ന് കാണിക്കാം. ആദ്യം സൺസ്ക്രീനാണ് കേട്ടോ ഇടൽ. ഇതാ കുറച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഡോട്ടിലിടും. എന്നിട്ട് ഫേസിൽ നല്ലോണം ടാപ്പാക്കി കൊടുക്കും. നല്ലോണം എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഒന്ന് ടാപ്പാക്കി കൊടുക്കും. ചിലപ്പില്ല
ഈ ഒരു സൺസ്ക്രീൻ മാത്രം ഇട്ടിട്ടാട്ടോ ഞാൻ പുറത്ത് പോയാൽ ഈ ഫൗണ്ടേഷൻ യൂസ് ആക്കലില്ല. ഇതന്നെ ഇടുമ്പം നല്ലൊരു ഗ്ലോ ആണ് ഫേസിൽ. പിന്നെ ഇതാ നിവ്യേൻ്റെ മോയ്സ്ചറൈസർ യൂസ് ആക്കുക. ഞാൻ യൂസ് ആക്കുന്നില്ല കേട്ടോ, ഞാൻ എല്ലാം കൂടെ ഇടുന്നത് എനിക്കിഷ്ടമില്ല. പിന്നെ ഫൗണ്ടേഷനാണ് യൂസ് ആക്കുന്നത്. NYBൻ്റെ 3-in-1 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫൗണ്ടേഷനാണ് കേട്ടോ. ഇത് ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ്. നല്ല ഉണ്ട് കേട്ടോ. ഫൗസാൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ ആ ടൈമിൽ ഓക്ക് വാങ്ങുമ്പോൾ ഞാനൊന്ന് വാങ്ങിച്ച് നോക്കിയതാണ്. നല്ല അടിപൊളിയാണ് കേട്ടോ. ഇപ്പോൾ ഇത് ചെയ്യാനായിട്ടുണ്ട്. ഇവിടെ കിട്ടുമെന്ന് എനിക്കറിയില്ല, ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു. പിന്നെ ലിപ്സ്റ്റിക്ക് ഞാനിവിടെ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. മേബിലിൻ്റെ 135 എന്നുള്ള നമ്പറാണ്, അതാണ് കേട്ടോ ഞാൻ യൂസ് ആക്കൽ. പിന്നെ അതാ ഒരു മിനി പാലറ്റ് ഉണ്ട് ഐഷാഡിൻ്റെ. അപ്പോൾ ഈ ഒരു കളർ ഞാൻ ഇപ്പോൾ കാണിച്ചില്ല, ആ ഒരു കളറാണ്. ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ടാപ്പാക്കി കൊടുക്കും. പിന്നെ മെയിനായിട്ട് കണ്ണിൻ്റെ അടിയിൽ ഐലൈനർ വെച്ചിട്ടാണ് കേട്ടോ കണ്ണെഴുതൽ. എനിക്ക് കൺമഷി വെച്ചിട്ട് കൺമഷി വെച്ചിട്ട് ഇങ്ങനെ കണ്ണെഴുതുന്ന ഇങ്ങനെ ഒന്നായിട്ട് പരക്കും. ഐലൈനർ ആകുമ്പം അങ്ങനെ നിന്നോളും. അപ്പോൾ ഐലൈനർ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ കണ്ണെഴുതൽ. താഴെ മാത്രമേ എഴുതലുള്ളൂ, മുകളിൽ അങ്ങനെ എഴുതലില്ല. പിന്നെ എവർ ബ്യൂട്ടീൻ്റെ ഒരു മസ്കാര ഞാൻ മസ്റ്റായിട്ട് ഇടലുണ്ട് കേട്ടോ, എനിക്കിഷ്ടമാണ്. അപ്പം അതും ഞാൻ കണ്ണിൻ്റെ താഴെ പിലിമലും എഴുതും, മുകളിലത്തെ പിലിമലും ഇങ്ങനെ എഴുതി കൊടുക്കും. നല്ല ഇങ്ങനെ വിടർന്ന് നിൽക്കും കേട്ടോ. ഈ ഒരു മസ്കാര എവർ ബ്യൂട്ടീൻ്റെ വാട്ടർ പ്രൂഫ് മസ്കാര എന്നിട്ടാ. ഇത് നല്ലുണ്ട്. ഇത് ഞാൻ ഇവിടുന്ന് അജ്മാൻ എന്നൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ. ഇങ്ങനെയൊന്നും ഞാൻ പുറത്തെല്ലാം പോകുമ്പോൾ ഞാൻ മേക്കപ്പ് ആക്കില്ല കേട്ടോ. അപ്പം ഞാൻ കുറേ ആൾക്കാർ കമൻ്റ് ആക്കിയതുകൊണ്ട് ഞാൻ കാണിച്ചതാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കുറേ നേരം ഒന്ന് ഫോണിൽ എഡിറ്റ് ആക്കാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയെല്ലാം ടൈം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മഗ്‌രിബ് നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ടാണ് കിച്ചണിലേക്ക് വന്നത്. അപ്പോൾ ഞാൻ കുറച്ച് സാധാരണ ചോറ് വെച്ചിട്ടുണ്ട്. കാര്യം ഉമ്മാക്ക് ബിരിയാണി വലിയ ഇഷ്ടമില്ല. അപ്പം ചോറാകുമ്പോൾ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചാൽ മതി തിളപ്പിച്ചിട്ട്. അപ്പം മഗ്‌രിബ് നിസ്കരിക്കാൻ പോകുന്നതിൻ്റെ മുന്നേ ഞാൻ വെച്ചിട്ട് പോയതായിരുന്നു. അപ്പോൾ തിളച്ച് തൂത്തിട്ടുണ്ട് കേട്ടോ. വേഗം എടുത്തിട്ട് തുടക്കലെല്ലാം കഴിഞ്ഞിട്ട് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു കൂന്തൽ നിറച്ചിട്ട് ഫ്രൈ ചെയ്യുന്നത്, അതൊന്ന് കാണിക്കാം. തേച്ച് വെച്ച കൂന്തൽ ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രിഡ്ജിലായിരുന്നു വെച്ചിരുന്നത്, ഇപ്പോൾ പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിലേക്ക് ഇതാ ഞാൻ ജീരകശാല അരി 1/4 കപ്പ് എടുത്തിട്ട് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 1/4 കപ്പ് തേങ്ങ ഇട്ടാ എടുത്തിട്ടുണ്ട്. അത് ഫ്രീസറിലായതുകൊണ്ട് പുറത്ത് വെച്ചിട്ടുണ്ട് തണുപ്പ് പോകാനും. പിന്നെ അതിലേക്ക് ഇതാ ഒരു 4-5 ചീരുള്ളി, ഒരു വെളുത്തുള്ളി കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം തൊലി കളഞ്ഞിട്ട് ക്ലീനാക്കി എടുത്തിട്ട് നല്ലോണം പൊടിയായിട്ട് അരിയണം. ഇനി ഈ കൂന്തൽ നിറക്കാനുള്ള ഫില്ലിംഗ് ഒന്ന് നമുക്ക് സെറ്റാക്കിയിട്ട് വെക്കാം. അതിനായിട്ട് ഇതാ തേങ്ങ ഞാൻ പറഞ്ഞില്ലേ ഒരു 1/4 കപ്പ് തേങ്ങ ഉണ്ടാവും. അതിലേക്ക് ഇതാ ജീരകശാല അരി ഒരു 1/4 കപ്പ് ഉണ്ടായിരുന്നു. അത് നല്ലോണം കഴുകിയിട്ട് ഊറ്റിയിട്ട് അത് ഈ തേങ്ങയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ചീരുള്ളിയും കൂടെ കട്ട് ചെയ്ത് വെച്ചത് അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4-5 ഉലുവട്ട, ഇത് കുറച്ചല്ലേ ഉള്ളൂ, ഒരു 4 കൂന്തൾക്കുള്ള ഒരളവാട്ട കാണിക്കുന്നത്. ഒരു 4-5 ഉലുവ അതുതാ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മാറ്റി വെച്ച മസാല എല്ലാം പറ്റിയിട്ട് കൂന്തലിൻ്റെ ഒരു വേസ്റ്റ് ഭാഗമെല്ലാം, അതായത് ആ ഒരു നാര് വരുന്ന ഭാഗമെല്ലാം കട്ട് ചെയ്തിട്ട് ഒരു മസാലൻ്റെ കൂന്തലിൻ്റെ കൂടെ തന്നെ ഞാൻ മസാല തേച്ചിട്ട് വെച്ചില്ലേ, അതുതാ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. അതും ഈ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ തേങ്ങൻ്റെ മിക്സിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഇനി ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. കാര്യം ഉപ്പ് നമ്മൾ ഈ ഒരു മസാലയിൽ തേച്ച് കൊടുത്തതായിരുന്നു. അപ്പോൾ ആ ഒരു വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഉപ്പ് ചെക്ക് ചെയ്യുക, കറക്റ്റായിട്ട് ഉപ്പ് വേണം കേട്ടോ. ആ ഒരു ചോറിൽ അരിയിൽ തേങ്ങൻ്റെ മിക്സിയിൽ അതിൽ കറക്റ്റായിട്ടുള്ള ഉപ്പ് വേണം, എന്നാലാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതാ ഒരു കൂന്തലെടുത്തിട്ട് അതിൽ ഇങ്ങനെ ഫില്ലാക്കി കൊടുക്കുക. ഫില്ലാക്കുമ്പോൾ ഒരു 1/4 ഭാഗം മാത്രം ഫില്ലാക്കി കൊടുത്താൽ മതി കേട്ടോ. കൂടുതൽ നിറച്ചിട്ട് ഇങ്ങനെ കുത്തി നിറയ്ക്കരുത്, അപ്പല്ലേ പൊട്ടിപ്പോവും, വേവിക്കുമ്പോൾ പൊട്ടിപ്പോവും, പണി വാളും കേട്ടോ. അപ്പം 1/4 ഭാഗം മാത്രം ഫില്ലാക്കി കൊടുക്കുക. എന്നിട്ട് ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് ഇങ്ങനെ ഇതുപോലെ കുത്തി കൊടുക്കുക കേട്ടോ. പുറത്തേക്ക് വരാതിരിക്കാനാണ് ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്താൽ മതി. വീഡിയോസിൽ കാണുന്ന പോലെ അങ്ങനെ ചെയ്താൽ മതി. ഫില്ലിങ് പുറത്ത് വരാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, 1/4 ഭാഗം മാത്രം ഫില്ലിങ് നിറച്ച് കൊടുത്താൽ മതി. കുത്തി നിറച്ചൊരിക്കലും നിറയ്ക്കരുത്, പൊട്ടിപ്പോവും. ഞാൻ പിന്നെയും പറയാമെന്ന് അങ്ങനെ. അപ്പോൾ എന്താ ഞാൻ 4 നിറച്ചെടുത്തിട്ടുണ്ട്.
ഇനി ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ സ്റ്റീമർ വെച്ചിട്ട് സ്റ്റീം ചെയ്യുന്നുണ്ട്. പിന്നെ സ്റ്റീം ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, 15-20 മിനിറ്റിനുള്ളിൽ തന്നെ റെഡി ആവും കേട്ടോ. അതിൻ്റെ കൂടുതൽ ടൈം വെച്ചെടുക്കരുത്, 20 മിനിറ്റിൻ്റെ മുകളിലായിട്ട് വെച്ചെടുക്കരുത്. കാര്യം ഇത് റബ്ബർ പോലെ ആവും കേട്ടോ, ഹാർഡായി പോവും. അപ്പം ഒരു 15-20 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് സ്റ്റീം ചെയ്തിട്ട് തീ ഓഫാക്കണം. അപ്പോൾ അതാ ഞാൻ 4 ഉള്ളിൽ വെച്ചിട്ട് ഞാൻ മൂടി വെച്ചിട്ട് ഒരു 15-20 മിനിറ്റിൻ്റെ ഉള്ളിലാണ് ഞാൻ തീ ഓഫ് ആക്കിയിട്ടുണ്ട്. ആ ഒരു ടൈം കൊണ്ട് ഇതാ കുറച്ച് പാത്രമെല്ലാം ഉണ്ടായിരുന്നു കഴുകാൻ. അപ്പം അതൊക്കെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ രാത്രി കിടക്കുമ്പോൾ ബദാം കഴിക്കലുണ്ട് കേട്ടോ. അപ്പം അതൊരു 2 മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് വെക്കലാണ്. അപ്പോൾ അതൊന്ന് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. ഇനി ഇതാ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് തുടച്ചിട്ടെല്ലാം ഇടലാം. ഞാൻ എപ്പോഴും കിച്ചണിലേക്ക് വന്നാൽ അപ്പന്നെ ചെയ്ത് വെക്കലാണ് കേട്ടോ. ഞാൻ പിന്നൊക്കെ വെക്കലില്ല. അഥവാ എന്തെങ്കിലും എഡിറ്റിങ്ങിനോ അല്ലെങ്കിൽ അപ്ലോഡിങ്ങിനൊക്കെ എന്തെങ്കിലും അത്രയും അർജൻറ്റ് ഉണ്ടെങ്കിൽ മാത്രം ഞാൻ അങ്ങനെ വെക്കലുള്ളൂ കേട്ടോ. പാത്രമെല്ലാം ഇപ്പോൾ വെക്കലേ ഇല്ല തീരെ. അപ്പൊക്കപ്പം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വലിയ പണിയൊന്നും ഉണ്ടാവില്ല, വലിയ ഭാരമുള്ള പണിയൊന്നും ഉണ്ടാവില്ല. ഏത് പണിയായാലും അത് അപ്പന്നെ ആ സ്പോട്ടിൽ ചെയ്ത് തീർക്കണം കേട്ടോ. ഞാനങ്ങനെയാണ്. എനിക്ക് പിന്നൊക്കെ വെക്കാനേ ഇഷ്ടമില്ല കേട്ടോ. പാത്രമായാലും എന്തായാലും അപ്പക്കപ്പാണ്ട് കഴുകിയിട്ട് വെക്കണം. എന്നിട്ട് ക്ലീൻ ആക്കിയിട്ടിട്ട് സമാധാനത്തിലിരിക്കണം. എന്നാൽ എനിക്കൊരു സമാധാനം. അപ്പോഴേക്കും ഇതാ ക്ലീനിങ് എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു 15-20 മിനിറ്റിൻ്റെ ഉള്ളിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തീ ഓഫാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലുള്ള ചോറൊക്കെ കറക്റ്റായിട്ട് ഗീ റൈസിൻ്റെ അരിയല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേവ് കിട്ടാം. ഗീ റൈസിൻ്റെ അരിയാണ് നമ്മൾ എടുക്കൽ. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഇളാമെല്ലാം ഈ ഒരു കൂന്തൾ ചോറിലിട്ടിട്ട് വേവിച്ചിട്ട് അങ്ങനെ ഒരു ചോറ് ഉണ്ടാക്കലുണ്ട് കേട്ടോ. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. മാത്രം ഈ കല്യാണത്തിൻ്റെ തിരക്കെല്ലാം ആയതുകൊണ്ട് തന്നെ അന്ന് പറ്റിയിട്ടില്ല. ഇനി ഇൻഷാ അല്ലാഹ് എപ്പോഴെങ്കിലും നാട്ടിൽ പോകുമ്പോൾ ഞാൻ കാണിക്കണ്ടിട്ടാ. ഹളമാൻ്റെ പൊരിയിൽ പോയിട്ട് ആ ഒരു റെസിപ്പി കാണിക്കാം. ഇത് ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാട്ടാ. നല്ല നാട്ടിൽ നമ്മളെ മലപ്പുറത്തെല്ലാം നല്ലോണം മഴയെല്ലാം പെയ്യുമ്പം ഇതേപോലെ ഉണ്ടാക്കിയിട്ട് നല്ല കട്ടൻ ചായൻ്റെ കൂടെ ഇങ്ങനെ പുറത്തിരുന്ന് മഴ ഇങ്ങനെ കണ്ടിട്ട് തിന്നാൽ നല്ല രസമാണ് കേട്ടോ. ഇത് ചൂടോട് കൂടി കഴിക്കാനും. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിലൊരു കോട്ടിങ് കൊടുക്കട്ടെ. എരുമ്പുളിയെല്ലാം ഇഷ്ടമുള്ളവർക്ക് ഒരു കോട്ടിങ്ങും കൂടെ കൊടുക്കുക. അപ്പോൾ അതിനായിട്ട് ഇതാ കുറച്ച് കാശ്മീർ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഓരോന്നെടുത്തിട്ട് ഈ ഒരു മസാലയിൽ കോട്ട് ചെയ്തിട്ട് വെക്കുക. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കൂടുതൽ ഫ്രൈ ചെയ്യരുത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയിൽ ചെയ്യണം കേട്ടോ. അപ്പോഴാണ് ഒരു നാടൻ ടേസ്റ്റ് വരിക. എന്നിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം തിരിച്ചിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഇത് വേണമെന്നില്ല, പക്ഷേ എരുമ്പുളിയെല്ലാം ഇഷ്ടമുള്ളവർക്ക് ഒന്നും കൂടെ ഇതുപോലെ ചെയ്താൽ ഒന്നും കൂടെ ടേസ്റ്റാണ്. എനിക്ക് ഇഷ്ടം ആവിയിൽ വേവിച്ചിട്ട് അങ്ങനെ കഴിക്കണക്കാട്ടി ഒന്നും കൂടെ ടേസ്റ്റ് എനിക്ക് ഇങ്ങനെ കേട്ടോ, ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഇങ്ങനെ കഴിക്കാനാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മളെ ഇന്നത്തെ വീഡിയോസ്. അപ്പോൾ റെസിപ്പീസ് എല്ലാം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ കൂന്തൽ നിറച്ചത് നിങ്ങൾ കൂന്തൽ വാങ്ങുന്നുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ബിരിയാണി ഞാൻ എന്തായാലും ഉണ്ടാക്കി നോക്കാൻ പറയല. നമുക്ക് ടൈമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി എന്നേ ഞാൻ പറയുള്ളൂ. ഇൻഷാ അല്ലാഹ് ഇനി അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് വരാം. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.